ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖലയോട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളോട് മേക്കപ്പ് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, കുറച്ച് കമൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യാമെന്ന്. എന്തായാലും വിഷു ആയിട്ട് ഞാൻ വിഷു ലുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഖത്ത് പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല, ലിപ് ബാം ഇട്ടിട്ടുണ്ട്. പിന്നെ കണ്ണ് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു, സിമ്പിളായിട്ട് വെറുതെ. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്താണ് ചെയ്യണമെന്ന് കാട്ടിത്തരാം. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ സ്കിൻ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളൂ. ഭയങ്കര ക്ലിയർ ഒന്നുമല്ല കേട്ടോ. ഇത് സൂം ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് ആക്നെ മാർക്സ് ഉണ്ട്, പിമ്പിൾസ് ഒന്നുമില്ല കേട്ടോ. എന്നാലും ഇങ്ങനെയാണ് ഫേസ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഫേക്കായിട്ട് പറയരുതല്ലോ, ഭയങ്കര നിങ്ങൾ വിചാരിക്കണം ഭയങ്കര ക്ലിയർ ഒന്നുമല്ല, ഇങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, എനിക്ക് മുന്നേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഫേസിൽ ഫുള്ള് പിമ്പിൾസൊക്കെ ആയിരുന്നു. പിന്നെ ദൈവം സഹായിച്ചപ്പോൾ ഇങ്ങനെയെങ്കിലും അതിന് ഭയങ്കര സന്തോഷം. ഞാൻ ഈ ഫാൻ ഇട്ടിട്ട് ഇപ്പോൾ വരാം. അപ്പം ഞാൻ എൻ്റെ സിസ്റ്റർ ഇൻ ലോയും കൂടി വരുന്നുണ്ട് കേട്ടോ, മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവളിപ്പോൾ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം കളയണ്ടെന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ യൂഷ്വലി ഇടണ ഒരു ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ക്രീമാട്ടോ. ജസ്റ്റ് ഒന്ന് ഇത് ഒരു BB ക്രീം പ്ലസ് മോയ്സ്ചറൈസറാണ്. അമ്മയാണമ്മ, അമ്മ ഇങ്ങോട്ട് വരണ്ടെന്നാണ്. അപ്പം എല്ലാവരുമായിട്ട് ജസ്റ്റ് ഒന്ന് വിഷുവിന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കണു. ഇവിടെ നിന്ന് ചെയ്യാമ്മ. അപ്പം അമ്മത് സാരി കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, അവർ വരുമ്പോഴേക്ക് അറിയാം, അവർ വരുമ്പോൾ ഒരു സമയമാവുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അമ്മ ആള് വരുമ്പോൾ ആൾക്കൊരു ചെയർ ഇവിടെ ഇട്ട് കൊടുക്കേ. അപ്പോൾ അതെ ഞാൻ ഇട്ടു കേട്ടോ. ഇനി ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് ഭയങ്കര പുട്ടിയടിക്കലോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ദേ ഒരു മേബിലിൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ കേട്ടോ. യൂസ് ചെയ്ത് ഞാൻ ദുബായിൽ നിന്ന് മേടിച്ചതാണ്, ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. യൂസ് ചെയ്തേ ഇത്രയായിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിട്ടാൽ തന്നെ നമുക്ക് ഫേസിൽ നല്ല ബ്രൈറ്റ്നെസ് തോന്നും, വീഡിയോസൊക്കെ എടുക്കുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗി തോന്നും കേട്ടോ. അപ്പോൾ ഇതിടാം. ഇങ്ങനെ കേട്ടോ ഞാൻ സിമ്പിളായിട്ട് ചെയ്യാറ്. നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം മാത്രം മേടിച്ചാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാട്ടോ, അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇത് മാത്രം ചെയ്താൽ മതി. പിന്നെ മോയ്സ്ചറൈസർ നിങ്ങൾ പോൺസിൻ്റെ നല്ലതൊരു ബ്ലൂ കളറിൽ നല്ലതാട്ടോ, അതിടാം. ഞാൻ ഇപ്പോൾ കറൻ്റായിട്ട് ഇതാണ് യൂസ് ചെയ്യണത്, വേറെ ഒന്നും. കൺസീലറൊക്കെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഉറക്കൊന്നും, ഇപ്പോൾ അധികം ഡാർക്ക് സ്പോട്ട്സ് അല്ല അണ്ടർ ഐ ഡാർക്ക്നെസ് ഇങ്ങനെ ഒന്നുമില്ല. ചില സമയത്ത് ഉറക്കൊന്നും ശരിയല്ലാണ്ടാവുമ്പോൾ ഭയങ്കരമായിട്ട് എന്തോ പോലെ തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ കൺസീലർ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടി നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മോശം പോലെയാവും. അപ്പോൾ അതെ ഇപ്പം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ ഫേസ് കാര്യം സെറ്റായി. ഇനി ഐബ്രോസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കണേ, ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു ഹാക്കൊക്കെ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഐബ്രോസ് ഞാൻ ഇപ്പോൾ അടുത്ത് ത്രെഡ് ചെയ്തു, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫില്ല് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഉള്ള സ്പേസ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന്, ഈ ഭാഗത്ത് നമ്മൾ ഒരിക്കലും ഭയങ്കരമായിട്ട് ഓവറായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കഥകളി പോലെ ലുക്കാവും കേട്ടോ. എപ്പോഴും ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ അതൊരു ആഷ് കളറാട്ടോ, ബ്ലാക്ക് കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറാവും. ഒരു ആഷ് കളർ ഇട്ടിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. ഇനി കയ്യിലുള്ള കൺസീലർ, എൻ്റെ ഈ കൺസീലറാട്ടോ ഇപ്പോൾ കയ്യിലുള്ളത്, അതുകൊണ്ട് ജസ്റ്റ് ഇവിടെയും ഈ ഭാഗവും
അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടുക. ഈ ഭാഗം ജസ്റ്റ് നമ്മൾ ഇട്ടുകൊടുക്കാം. അപ്പം ഞാൻ പുരുങ്ങം ഒന്ന് സെറ്റാക്കി. എന്നാലും എന്തോ ഇതുപോലെ ജസ്റ്റ് കണ്ടോ ഇവിടേക്ക് ഒന്നും അല്ലാത്ത പോലെ. അപ്പോൾ ഇവിടെയും കൂടി ജസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവരിവിടെ വന്നിട്ടുണ്ട്. സാരി ഉടുത്തിട്ട് അവരിപ്പോൾ വരും കേട്ടോ. അപ്പോൾ അത് ഈ സൈഡിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ നമ്മുടെ ഐ ഷാഡോ പാലറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ അതേ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്താ പറയുക ഇതെടുക്കാം കേട്ടോ. എന്തിട്ട് ഐ ഷാഡോ കേട്ടോ. ഞാനിവിടെ ഒരു ബ്രൗൺ കളറായിട്ടുള്ള സിമ്പിൾ ഇതാട്ടോ കാട്ടിത്തരണം. ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമല്ല. ജസ്റ്റ് ഒരു ബ്രൗൺ കളറ് ഇങ്ങനെ മേലിട്ട് കൊടുത്തു. എന്നിട്ട് അടിഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഷിമ്മറി എന്ന് പറയുമ്പോൾ ഇത്ര ഇങ്ങനെ ഗ്ലിറ്ററി പോലുള്ളത് കേട്ടോ. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾക്കും അറിയണ്ടാവില്ല. എനിക്കും അങ്ങനെ അധികം അറിയണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോഴും ഞാൻ നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ഭയങ്കര പ്രൊഫഷണലൊന്നുമല്ല. എന്നാലും എനിക്ക് അറിയണ പോലെയൊക്കെ ഞാൻ ഇപ്പോൾ ലൈറ്റായിട്ടൊക്കെ ചെയ്യും കേട്ടോ. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാട്ടോ പഠിക്കുക. കണ്ടില്ലേ? അപ്പോൾ ആ കാര്യം ഐ ഷാഡോ കാര്യം സെറ്റായി. ഇനി നമുക്ക് കണ്ണ് നല്ല ഭംഗിയിൽ ചെയ്ത് കൊടുക്കാം. കണ്ണ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മളെ ലുക്ക് സെറ്റാവും. പിന്നെ നമുക്ക് കുറച്ച് ഒരു കുട്ടി ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താ വയ്യാത്ത പോലെ സംസാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറെരിയണ്. ഇങ്ങനെ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ, വയറിങ്ങനെ എരിയണു. ഞാനെന്തോ കഴിച്ചത് ഇതായിട്ട് എരിയണു. അപ്പം അങ്ങനെ അമ്മ വന്നോട്ടോ, വയറെരിയണു അമ്മ എന്താ ഇനി നമ്മളിത് ഇങ്ങനെ കുട്ടി ലൈറ്റായിട്ട് ഇങ്ങനെ ബ്ലഷ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നല്ല വൃത്തികേടാവും. ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇത്തിരി പിങ്കി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് അടിപൊളിയായിട്ട് എഴുതാം. പിന്നെ ഞാൻ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഞാൻ ഓർണമെൻറ്റ്സ് നോക്കിയിട്ട് കാട്ടിത്തരാം കേട്ടോ. ആദ്യം കാജൾ അത് ഞാൻ ഞാനെപ്പോഴും വാലിട്ടിട്ടാണ് കണ്ണ് എഴുതാറ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാട്ടിത്തരാം. കുറേ ദിവസം നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ട്. കണ്ട് മടുത്തിട്ടുണ്ടാവുക. എന്നാലും ഇങ്ങനെയാണ് ഞാൻ കണ്ണ് എഴുതണത്. കണ്ടോ? ഈ ഭാഗത്തും അത് അവിടെ നിന്ന് വരയ്ക്കണമെന്നില്ല. എനിക്ക് ഇവിടെ നിന്നായാലും ഇങ്ങനെ വരച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടില്ലേ? ഇത്രയുള്ള സിമ്പിൾ. ഞാൻ ചെറുപ്പം മുതൽ എഴുതിയിട്ട് സെറ്റായി വഴങ്ങിന്നൊക്കെ. ഇനി നമ്മൾ കാജൽ ഇട്ട് കൊടുക്കാണ്. നന്നായിട്ട് കാജൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓയിലി ഫേസ് പോലെ ആവുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് പൗഡർ, എനിക്കിപ്പോൾ ഇത്തിരി ഓയിലി പോലെ തന്നെ ഓൾറെഡി ഓയിലി ഫേസാണ്. ഭയങ്കര ഓയിലി അല്ല. ഞാനിപ്പോൾ ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു കമ്പനിയുടെ അവിടെ പോയിട്ട്. അപ്പോൾ അവർ സ്കിന്നിൽ നോക്കിയപ്പോൾ പറഞ്ഞു ഓയിലി അല്ല എന്നാണ് പറഞ്ഞത്. ഭയങ്കര ഓയിലി ഫേസ് അല്ല എന്ന് പറഞ്ഞത്.
അപ്പോൾ ദേ അപ്പോൾ കണ്ണൊക്കെ എഴുതി നമുക്ക് സിമ്പിളായിട്ട് മസ്കാര ഇട്ട് കൊടുക്കാം. നിങ്ങൾ കണ്ടില്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമല്ല എൻ്റെ മേക്കപ്പ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ചിലർ അവിടെ കുത്തി വരയ്ക്കും, ഇവിടെ കുത്തി വരയ്ക്കും, അങ്ങനെ അതൊക്കെ അവർ നന്നായി ചിലപ്പോൾ നല്ല പ്രൊഫഷണൽസ് ആവും കേട്ടോ. ഞാൻ അത്രയ്ക്ക് പ്രൊഫഷണലൊന്നുമല്ല, ഇതൊക്കെ പറ്റണ പോലെ ഞാൻ സിമ്പിളായിട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത് കണ്ണൊക്കെ നല്ല അടിപൊളിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപാടി കഴിഞ്ഞു. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇട്ടിട്ടില്ല, ലൈറ്റായിട്ട് കേട്ടോ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നേ. ഇതേ ഈ ഒരു ഷെയ്ഡ്. ഇത്രയായിട്ട് ലിപ്സ്റ്റിക് ഇടുന്നേ. ഇനി ലിപ്സ്റ്റിക് ഇതേ ലൈറ്റായിട്ടൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഒത്തിരി കൊണ്ട് ഇട്ട് കൊടുത്തു. വള ഇട്ടു, ജസ്റ്റ് പൊട്ട് കുത്തി കൊടുക്കാം കേട്ടോ. നല്ല ചൂടെടുക്കുന്നുണ്ട്. പൊട്ട് ഞാൻ പച്ച കുത്തണ്ടേ ബ്ലൂ ആ കുത്തണ്ടേ നോക്കണേ കേട്ടോ. നമുക്കൊരു ബുക്ക് മേടിക്കാൻ കിട്ടി. ബുക്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് കളറാണ് വേണ്ടതെന്നൊക്കെ. ബ്ലൂ പൊട്ടാട്ടോ കുത്തിയാണ്. ഇനി എനിക്ക് ഏറ്റവും ടാസ്ക് ഉള്ള പരിപാടി എൻ്റെ ഹെയർ സെറ്റാക്കണം കേട്ടോ. എൻ്റെ അമ്മ ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടി കേട്ടോ ഹെയർ സെറ്റാക്കുന്നത്. പിന്നെ ഹെയർ സെറ്റാക്കിയിട്ട് കേട്ട് തരാം. അപ്പോൾ അതേ ഞാൻ വിചാരിച്ചു കുറേ നാളായി സിന്ദൂരം തൊട്ടിട്ട്, പിന്നെ മലയാളി മങ്ക ആവാന്ന് വിചാരിച്ചു. അപ്പോൾ അതേ അപ്പം ഞാൻ മലയാളി മങ്ക കേട്ടോ. അപ്പോൾ ഹെയറൊക്കെ ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല തിക്നെസ്സിൽ ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇതാട്ടോ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും. ബൈ.